السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنوبنا كلها دقها وجلها وأولها وآخرها وعلانيتها وسرها. اللهم اهدنا وسددنا يا رب العالمين. أما بعد. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ 49ാമത്തെ സൂറത്തു അൽ ഹുജറാത്തിൻ്റെ തഫ്സീറാണ് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത്. ഹുജറാത്ത് എന്നാൽ ചെറിയ മുറികളാണ്, ചെറിയ അറകളാണ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടുകൾ, അവിടുത്തെ ഭാര്യമാരെ അവിടുന്ന് താമസിപ്പിച്ചിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൊച്ചുമുറികളാണ്, അവിടുത്തെ വീടുകളാണ് ഉദ്ദേശം. മദനീയത്തായ സൂറത്താണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറയ്ക്ക് ശേഷം അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളിലൊന്ന്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ് ഇന്നല്ലാഹ സമീഉൻ അലീം. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനുകളെ, അല്ലാഹുവിലും അവൻ്റെ ദീനിലും വിശ്വസിച്ചവരെ, ലാ തുഖദ്ദിമു, നിങ്ങൾ മുൻകടക്കരുത്, ബൈന യദയില്ലാഹി, അള്ളാഹുവിൻ്റെ മുൻപിൽ, വറസൂലിഹി, അവൻ്റെ റസൂലിനു മുൻപിൽ. അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും വിട്ടുകടന്ന്, മുറിച്ചു കടന്ന് നിങ്ങൾ പ്രവർത്തിക്കരുത്. വത്തഖുല്ലാഹ്, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. ഇന്നല്ലാഹ സമീഉൻ അലീം, തീർച്ചയായും അള്ളാഹു അവൻ സമീഅൻ, അവൻ എല്ലാം കേൾക്കുന്നവനാണ്. അലീമുൻ, അവൻ എല്ലാം അറിയുന്നവനാണ്. ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ അടിമകളായ മുഅ്മിനുകളെ ചില മര്യാദകൾ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇടപാടുകളിൽ, നബിയോടുള്ള പെരുമാറ്റത്തിൽ അവർ പാലിക്കേണ്ട മര്യാദയും ആദരവും ബഹുമാനവുമെല്ലാം അള്ളാഹു ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനുകളെ, ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലിഹി, അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും മുന്നിൽ നിങ്ങൾ റസൂലിനെ മറികടന്നുകൊണ്ടൊന്നും പ്രവർത്തിക്കരുത്. മറിച്ച് നിങ്ങൾ നിങ്ങളുടെ എല്ലാ കാര്യത്തിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നാലെ മാത്രം സഞ്ചരിക്കുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നാലെ മാത്രം പ്രവർത്തിക്കുക. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലിഹി, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും മുറിച്ചു കടന്നൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ സഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം, ലാ തഖൂലു ഖിലാഫൽ കിതാബി വസ്സുന്ന, ലാ തഖൂലു ഖിലാഫൽ കിതാബി വസ്സുന്ന, അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ ഖുർആനിനും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരിയായ സുന്നത്തിനും എതിരിൽ നിങ്ങളൊന്നും പ്രവർത്തിക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ വിധിക്കോ അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിധിക്കോ എതിരായി ഒരു വാക്കോ പ്രവൃത്തിയോ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളിൽ നിന്നുണ്ടാകാൻ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി റസൂലിഹി വത്തഖുല്ലാഹ്, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നാൽ തൽഖ് ബിൻ ഹബീബ് എന്നുപേരുള്ള സലഫുകളിൽപ്പെട്ട മുൻഗാമികളിൽപ്പെട്ട ആൾ പറഞ്ഞതുപോലെ, അൻ തഅമല ബിതാഅത്തില്ലാഹ് തർജു സവാബ് അല്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ് വഅൻ തജ്തനിബ വഅൻ തത്രുക മഅസിയത അല്ലാഹ് മഖാഫത ഇഖാബില്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ്. നീ അള്ളാഹുവിനനുസരിച്ച് പ്രവർത്തിക്കാനാണ്,
അവൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട്. അലാ നൂരിൻ മിൻ അല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള വെളിച്ചത്തിൻ്റെ പ്രകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അഥവാ അള്ളാഹുവിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ അവൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നീ അനുസരിക്കലും അള്ളാഹു വിലക്കിയവ ഒഴിവാക്കലും. തഖാഫു ഇഖാബ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ട്. അലാ നൂരിൻ മിൻ അല്ലാഹ്, അതും അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശമനുസരിച്ച്. അഥവാ നന്മ ഏത് തിന്മ ഏതെന്ന് പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹുവാണ്. അള്ളാഹു നന്മ എന്ന് പഠിപ്പിച്ചതാണ് നന്മ, അള്ളാഹു തെറ്റെന്ന് പഠിപ്പിച്ചതാണ് തെറ്റ്. അത് റബ്ബിനു വേണ്ടി നന്മ പ്രവർത്തിക്കുകയും റബ്ബിനു വേണ്ടി അവൻ്റെ ശിക്ഷയെ പേടിച്ച് തെറ്റുകൾ ഉപേക്ഷിക്കുകയും ചെയ്യലാണ് തഖ്വ. അതാണ് സൂക്ഷ്മത എന്ന് തൽഖ് ബിൻ ഹബീബ് റഹിമഹുല്ലാ എന്നു പേരുള്ള സലഫുകളിൽപ്പെട്ട മഹാൻ പറഞ്ഞിരിക്കുന്നു. അതാണ് തഖ്വ എന്നതിനുള്ള ഏറ്റവും നല്ല വിശദീകരണം, അതിൻ്റെ നിർവചനം. വത്തഖുല്ലാഹ്, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. ഇന്നല്ലാഹ സമീഉൻ അലീം, തീർച്ചയായും അള്ളാഹു സമീഅൻ, അവനെല്ലാം കേൾക്കുന്നവനാണ്. നിങ്ങളുടെ ഓരോ വാക്കും അള്ളാഹു കേട്ടുകൊണ്ടിരിക്കുന്നു. അലീമുൻ, അവൻ എല്ലാം അറിയുന്നവനാണ്. നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളാകട്ടെ, ശരീരം കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ചെയ്തികളാകട്ടെ, ഒന്നും അള്ളാഹു കാണാതെ പോകുന്നില്ല, അവനെല്ലാം കാണുന്നവനാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബി വലാ തജ്ഹറൂ ലഹു ബിൽഖൗലി കജഹരി ബഅദികും ലിബഅദിൻ അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ മുഅ്മിനുകളെ, അള്ളാഹുവിൽ വിശ്വസിച്ചവരെ, അവൻ്റെ ദീനാകുന്ന ഇസ്ലാമിൽ വിശ്വാസമുള്ളവരെ, ലാ തർഫഉ, നിങ്ങൾ ഉയർത്തരുത്, അസ്വാതകും, നിങ്ങളുടെ ശബ്ദങ്ങൾ, നിങ്ങളുടെ ഒച്ച ഉയർത്തരുത്, ഫൗക സൗത്തിൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തിനുമേൽ നിങ്ങൾ ഉയർത്തരുത്. വലാ തജ്ഹറൂ ലഹു, അവിടുത്തോട് നിങ്ങൾ ഒച്ചയിടരുത്, ബിൽ ഖൗലി, നിങ്ങളുടെ വാക്കുകൊണ്ട് നിങ്ങൾ ഒച്ചയിടരുത്, കജഹരി ബഅദികും ലിബഅദിൻ, നിങ്ങളിൽ ചിലർ ചിലരോട് ഒച്ചയിടുന്നത് പോലെ, ഉച്ചത്തിൽ സംസാരിക്കുന്നത് പോലെ. അൻ തഹ്ബത അഅമാലുകും, എന്തു സംഭവിക്കാതിരിക്കാൻ? അൻ തഹ്ബത, തകർന്നു പോകാതിരിക്കാൻ, പൊളിഞ്ഞു പോകാതിരിക്കാൻ. അഅമാലുകും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ. വഅൻതും, നിങ്ങൾ ലാ തശ്ഉറൂൻ, നിങ്ങൾ അറിയാതെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പൊളിഞ്ഞു പോകാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യരുത്? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശബ്ദത്തിനുമേൽ നിങ്ങളുടെ ശബ്ദം ഉയർത്തരുത്. അവിടുത്തോട് നിങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കരുത്, നിങ്ങൾ ചിലരിൽ ചിലരോട് ഉച്ചത്തിൽ സംസാരിക്കുന്നത് പോലെ. ഈ സൂറത്തിലൂടെ അള്ളാഹു പഠിപ്പിച്ച രണ്ടാമത്തെ മര്യാദയാണിത്. അഥവാ മുഅ്മിനുകൾ അവരവരുടെ ശബ്ദം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ അവിടുത്തെ ശബ്ദത്തെക്കാൾ മുകളിൽ ഉയർത്താൻ പാടില്ല. കാരണം ഇത് അള്ളാഹു അയച്ച അവൻ്റെ റസൂലാണ്. ആ റസൂലിനെ ബഹുമാനിക്കുക, ആദരിക്കുക എന്നത് മുഅ്മിനീങ്ങളുടെ ബാധ്യതയാണ്. ഇബ്നു അബി മുലൈക എന്ന താബിഈ പറയുന്നതായി ഇമാം ബുഖാരി ഉദ്ധരിച്ചത് കാണാം. കാദൽ ഖൈറാനി അൻ യഹ്ലിക അബൂ ബക്ർ വ ഉമർ റളിയല്ലാഹു അൻഹുമാ. കാദൽ ഖൈറാനി, ആ രണ്ട് ഏറ്റവും നല്ല ആളുകൾ, കാദ അൻ യഹ്ലിക, അവർ കുഴപ്പത്തിലകപ്പെടാൻ, നാശത്തിലകപ്പെടാൻ പോയി. ആര്? അബൂബക്കറും ഉമറും. എന്താണ് ഉണ്ടായത്? റഫഅ അസ്വാതഹുമാ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ രണ്ടുപേരും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപിൽ അവരുടെ ശബ്ദം ഉയർത്തിപ്പോയി. ഹീന ഖദിമ അലൈഹി റക്ബു ബനി തമീം, ബനു തമീം ഗോത്രക്കാരുടെ സംഘം വന്നപ്പോൾ. ഫഅശാറ അഹദുഹുമാ ബിൽ അഖ്റ ഇബ്നു ഹാബിസ് അഖി ബനി മുജാശഅ. അഖ്റ ഇബ്നു ഹാബിസ് എന്ന് പറയുന്ന വ്യക്തിയെ അവരുടെ നേതാവാക്കാൻ ഒരാൾ നിർദ്ദേശിച്ചു. അബൂബക്കറും ഉമറും അവരിൽ ഒരാൾ പറഞ്ഞു, അഖ്റ ഇബ്നു ഹാബിസിനെ ഈ ബനു തമീമിൻ്റെ, തമീം ഗോത്രത്തിൻ്റെ നേതാവാക്കണം. വഅശാറ അൽ ആഖർ ബിറജുലിൻ ആഖർ, എന്നാൽ മറ്റേയാൾ അബൂബക്കറും ഉമറും ഒരാൾ അഖ്റ ഇബ്നു ഹാബിസിനെ ആക്കാൻ പറഞ്ഞു.
മറ്റൊരാൾ വേറൊരാളെ പറഞ്ഞു. ഫഖാല അബൂബക്കർ ലി ഉമർ, അപ്പോൾ അബൂബക്കർ ഉമറിനോട് പറഞ്ഞു, മാ അറദ്ത ഇല്ലാ ഖിലാഫി, നിന്റെ ഉദ്ദേശം എന്നെ എതിർക്കുക മാത്രമാണല്ലോ എന്ന് ഉമറിനോട് പറഞ്ഞു. ഖാല, ഉമർ പറഞ്ഞു, മാ അറദ്തു ഖിലാഫക്, നിങ്ങൾ എതിർക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഫർതഫഅത് അസ്വാതുഹുമാ ഫീ ദാലിക്, ആ വിഷയത്തിൽ അവർ തമ്മിൽ തർക്കമുണ്ടായി, അവരുടെ ശബ്ദം ഉയർന്നു. ഫഅൻസലല്ലാഹു തആല, അപ്പോൾ അല്ലാഹു അവതരിപ്പിച്ചു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബി വലാ തജ്ഹറൂ ലഹു ബിൽഖൗലി കജഹരി ബഅദികും ലിബഅദിൻ അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്ന സഹാബി പറയുകയാണ്. ആരാണ് ഇബ്നു സുബൈർ? അബൂബക്കറിന്റെ മകൾ അസ്മാഇന്റെ മകനാണ്. അബൂബക്കറിന്റെ മകൾ അസ്മാഇന്റെ മകനാണ് ഇബ്നു സുബൈർ. അദ്ദേഹം പറയുകയാണ്, ഫമാ കാന ഉമറു, അതിനുശേഷം ഉമർ റളിയല്ലാഹു അൻഹു യുസ്മിഉ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ ഹാദിഹിൽ ആയ ഹത്താ യസ്തഫഹിമഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഉമർ എന്തെങ്കിലും പറഞ്ഞാൽ അത് കേൾക്കുമായിരുന്നില്ല, വീണ്ടും ചോദിക്കണം എന്താ പറഞ്ഞത്, എന്നാലേ പിന്നെ ഉമറിന്റെ ശബ്ദം കേൾക്കുമായിരുന്നുള്ളൂ. സുബ്ഹാനല്ലാഹ്. നോക്കൂ, അല്ലാഹുവിന്റെ നബിമാർ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഹമ്മദ് നബിയുടെ സഹാബിമാർ. അവരിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ഒന്നാമത് അബൂബക്കറും രണ്ടാമത് ഉമറും. ഈ ഉമ്മത്തിൽ അല്ല, ലോകം തുടങ്ങിയത് മുതൽ അതിൻ്റെ അവസാനം വരെയുള്ള ഏതേത് സമൂഹങ്ങളുണ്ടോ സമുദായങ്ങളുണ്ടോ അവരിൽ ഒരാൾ പോലുമില്ല അബൂബക്കറിനെയും ഉമറിനെയും പോലെ റളിയല്ലാഹു അൻഹുമ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവുകൊണ്ട് സ്വർഗമുണ്ടെന്ന് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട മഹാന്മാർ. സയ്യിദ കുഹൂലി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ കുഹൂൽ എന്ന് പറഞ്ഞാൽ 40 കഴിഞ്ഞവർക്കാണ് പറയുക. അവരുടെ നേതാക്കന്മാരായ രണ്ടുപേർ എന്ന് അബൂബക്കറിനെയും ഉമറിനെയും കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വർഗത്തിൽ എല്ലാവരും ഒരേ പ്രായക്കാരാണ്, അവിടെ പ്രായവ്യത്യാസമില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം പല പണ്ഡിതന്മാരും വിശദീകരിച്ചിട്ടുള്ളത്, ദുനിയാവിൽ പല പ്രായത്തിൽ മരണപ്പെട്ടവരുണ്ടാകുമല്ലോ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഈ പ്രായത്തിൽ മരണപ്പെട്ട ആളുകളുടെ എന്നാണ് അതിൻ്റെ ഉദ്ദേശമെന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. വല്ലാഹു അലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാൽ ഒരുപാട് പ്രശംസ ഏറ്റുവാങ്ങിയിട്ടുള്ള രണ്ട് സഹാബിമാർ, അന വ അബൂബക്കർ വ ഉമർ, ഞാനും അബൂബക്കറും ഉമറും പോയി, ഞാനും അബൂബക്കറും ഉമറും വന്നു എന്നിങ്ങനെയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി അവിടുത്തെ പേരിൻ്റെ കൂടെ പേര് ചേർത്ത് പറയാറുണ്ടായിരുന്ന ഏറ്റവും നല്ല ആളുകൾ അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുമ. ഈ രണ്ടുപേരുടെ അവർക്കിടയിലുണ്ടായ ഒരു കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മര്യാദ ഇങ്ങനെയാണ് നിങ്ങൾ പാലിക്കേണ്ടത് മുഅ്മിനീങ്ങളെ എന്ന ആയത്തിറക്കിയെങ്കിൽ ബാക്കിയുള്ളവരുടെ സ്ഥിതി എന്തായിരിക്കും? സുബ്ഹാനല്ലാഹ്. അപ്പോൾ അത്രയും മര്യാദ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാലിക്കേണ്ടതുണ്ട്. അതാ ഈ ആയത്ത് ഇറങ്ങിയപ്പോഴാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഫ്തഖദ സാബിത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിൽ സാബിത് ഇബ്നു ഖൈസ് ഇബ്നു ഷമ്മാസ് എന്നു പേരുള്ള സഹാബി ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ കാണാനില്ല. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ പിന്നെ കാണാനില്ല. അങ്ങനെ ഫഖാല റജുൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് അന അഅലമു ലക ഇൽമഹു, ഞാൻ അന്വേഷിച്ചിട്ട് വരാം, എന്തുപറ്റി സാബിത്തിനെന്ന് ഞാൻ പറഞ്ഞു തരാം. ഫഅതാഹു ഫവജദഹു ഫി ബൈതിഹി മുനക്കിസൻ റഅസഹ്, ചെന്നു നോക്കുമ്പോൾ സാബിത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തലതാഴ്ത്തി തലകുണിച്ച് സങ്കടത്തിലിരിക്കുകയാണ്. ഫഖാല ലഹു, ചെന്നയാൾ ചോദിച്ചു, മാ ശഅനുക്, എന്തുപറ്റി താങ്കൾക്ക്? ഫഖാല ശർറുൻ, വലിയ ഷർറാണ് സംഭവിച്ചിട്ടുള്ളത്. കാന യർഫഉ സൗതഹു ഫൗക സൗതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖദ് ഹബിത അമലുഹു
ഫഹുവ മിൻ അഹ്ലിൻ നാർ. എന്താണ് നിങ്ങൾ പറയുന്നത് ഒരാളെക്കുറിച്ച്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തെക്കാൾ ശബ്ദമുയർത്തുന്ന ഒരാൾ, അയാളുടെ അമൽ പ്രവർത്തനമെല്ലാം പൊടിഞ്ഞുപോയില്ലേ? അയാൾ നരകക്കാരനായില്ലേ? അക്കൂട്ടത്തിലാണ് ഞാൻ എന്ന് പറയുക. കാരണം സാബിത്ത് ഇബ്നു ഖൈസ് ഇബ്നു ഷമ്മാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം നല്ല ശബ്ദമുണ്ടായിരുന്ന ആളായിരുന്നു. ഖതീബു റസൂലില്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഭാഷകനായിരുന്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. മുസൈലിമത്തുൽ കദ്ദാബ് എന്ന കള്ളപ്രവാചകന് മറുപടി പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചിരുന്നു സാബിത്തിനെ. നല്ല ശബ്ദമുള്ള ആളായിരുന്നു. അദ്ദേഹത്തെ കാണാൻ തീരെ ഭംഗിയുണ്ടായിരുന്നില്ല. കാണാൻ വിരൂപനായ ഒരു സഹാബിയായിരുന്നു അദ്ദേഹം. എത്രത്തോളം അദ്ദേഹത്തിൻ്റെ ഭാര്യ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുൽഅ് ആവശ്യപ്പെട്ടു. തീരെ ഭംഗിയില്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, എനിക്ക് സാബിത്തിൻ്റെ കാര്യത്തിൽ ഞാൻ നന്ദികേട് കാണിച്ചു പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. എനിക്ക് തീരെ അദ്ദേഹവുമായി പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവരങ്ങനെ പറഞ്ഞു. റസൂൽ അവരോട് പറഞ്ഞു, നിനക്ക് സാബിത്ത് തന്ന മഹർ അത് തിരിച്ചു കൊടുത്തുകൊണ്ട് നീ ഒഴിവാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാബിത്തിനോട് അവരെ പിരിയാൻ കൽപ്പിച്ചു. ഖുൽഅ എന്ന് പറയുന്ന ഒരു മസ്അലയുണ്ട്. സ്ത്രീകൾ അവർക്ക് ന്യായമായ വല്ല കാരണവും കൊണ്ട് അവരുടെ ഭർത്താവുമായി പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുകയില്ല എന്ന് വന്നാൽ അവർക്ക് മുസ്ലിം സമൂഹത്തിലെ ഖാദിയുടെ അടുത്ത് ചെന്ന് ഖുൽഅ ആവശ്യപ്പെടാം. ഖുൽഅ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പരാമർശിച്ചിട്ടുള്ള കാര്യമാണത്. അവർക്ക് കുറ്റമില്ല. ഫീ മഫ്തദത് ബിഹി, സൂറത്തുൽ ബഖറയിൽ ആയത്തിൽ കാണാം. അവൾ വല്ലതും കൊടുത്തൊഴിവാകുക എന്നത്. ഒന്നിക്കൽ അയാൾ കൊടുത്ത മഹർ തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മറ്റു വല്ലതും, അല്ലെങ്കിൽ ചെലവിന് കൊടുക്കേണ്ട മക്കളുണ്ടെങ്കിൽ അത് ചെലവ് വേണ്ട എന്ന് പറയുക എന്ന് പറഞ്ഞുകൊണ്ട് ബന്ധം വേർപെടുത്തുക. പെണ്ണ് ബന്ധം വേർപെടുത്തുന്നതല്ല, മറിച്ച് ഖാദിയാണ് ബന്ധം വേർപെടുത്തേണ്ടത്. ഖാദി ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഖാദിയുടെ സ്ഥാനത്ത് നിൽക്കാൻ പറ്റിയ ഒരാൾ ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് അത് നടപ്പിലാക്കുക. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കിയ ശാരീരികമായി വൈരൂപ്യമുണ്ടായിരുന്ന സഹാബിയായിരുന്നു സാബിത്ത് ഇബ്നു ഖൈസ് ഇബ്നു ഷമ്മാസ് റളിയല്ലാഹു അൻഹു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഹൃദയം അത് അതീവ ഭംഗിയുള്ള ഈമാനിൻ്റെ അങ്ങേയറ്റത്തെ സൗന്ദര്യമുണ്ടായിരുന്ന ഹൃദയമായിരുന്നു. നല്ല ശബ്ദമുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ആയത്തിറങ്ങിയപ്പോൾ പേടിച്ചുപോയി. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ശബ്ദമുയർത്തുന്ന ആളുടെ അമല് പൊളിഞ്ഞുപോയി. അമല് പൊളിഞ്ഞ ആൾ നരകത്തിലല്ലേ എന്ന് പറഞ്ഞ് പേടിച്ച് വീട്ടിൽ തലതാഴ്ത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിലേക്ക് വരാതെ കഴിയുകയാണ്. فأتى الرجل النبي صلى الله عليه وسلم فأخبره أنه قال كذا وكذا. അദ്ദേഹം നബിയുടെ അടുത്ത് തിരിച്ചു ചെന്ന് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെയൊക്കെയാണ് സാബിത്ത് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ഇദ്ദേഹത്തെ സാബിത്തിന്റെ വീട്ടിലേക്ക് തിരിച്ചയച്ചത് വലിയൊരു സന്തോഷ വാർത്തയും കൊണ്ടാണ്. അമാ ഇന്നഹു ലൈസ മിൻ അഹ്ലിൻ നാർ വലാകിന്നഹു മിൻ അഹ്ലിൽ ജന്ന. സാബിത്ത് നരകക്കാരുടെ കൂട്ടത്തിലല്ല, മറിച്ച് അദ്ദേഹം സ്വർഗക്കാരുടെ കൂട്ടത്തിലാണ്. ഫറജഅ ഇലൈഹിൽ മർറത്തൽ ആഖിറത ബിബിശാറത്തിൻ അളീമ. അതിമഹത്തായ ഒരു സന്തോഷ വാർത്തയും കൊണ്ടാണ് ഇദ്ദേഹം പിന്നീട് സാബിത്തിന്റെ അടുത്തേക്ക് വന്നത്. ഫഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ്ഹബ് ഇലൈഹി, സാബിത്തിന്റെ അടുത്തേക്ക് തിരിച്ചു പോകുക. ഫഖുൽ ലഹു, അദ്ദേഹത്തോട് പറയുക, ഇന്നക ലസ്ത മിൻ അഹ്ലിൻ നാർ, നീ നരകാവകാശികളുടെ കൂട്ടത്തിലല്ല, വലാകിൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗക്കാരുടെ കൂട്ടത്തിലാണ്. സുബ്ഹാനല്ലാഹ്. നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ സ്വർഗം കൊണ്ട് മഹത്തായ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നത് പോലെ, ഞങ്ങളുടെ കൂടെ ഭൂമിക്ക് പുറത്ത് നടക്കുന്നു സ്വർഗാവകാശിയായ സാബിത്ത്. ആ മഹത്തായ സന്തോഷ വാർത്ത സാബിത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിനാൽ ലഭിക്കുകയുണ്ടായി. പിന്നീട് യമാമ യുദ്ധത്തിൽ അദ്ദേഹം ഷഹീദായി കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. യമാമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മുസൈലിമത്തുൽ കദ്ദാബ് എന്ന കള്ളപ്രവാചകന്റെ സൈന്യവുമായി നടന്ന വലിയ യുദ്ധമാണ്. അതിൽ സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു ഷഹീദാവുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
അവിടുത്തെ സന്നിധിയിൽ പാലിക്കേണ്ട മഹത്തായ മര്യാദയാണ് അവിടുത്തെ ശബ്ദത്തെക്കാൾ മുകളിൽ ശബ്ദമുയർത്തരുത് എന്ന കാര്യം. അതുപോലെ തന്നെ നബിയുടെ മസ്ജിദിൽ നബി ജീവിച്ചിരിക്കുന്ന കാലമാകട്ടെ അല്ലാത്ത കാലമാകട്ടെ അവിടെ ശബ്ദമുയർത്തുക എന്നത് ഗൗരവപ്പെട്ട സംഗതിയാണ്. സാധാരണ മസ്ജിദുകളെല്ലാം ബഹുമാനിക്കേണ്ട അള്ളാഹുവിൻ്റെ ബൈത്തുകളാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് അത് പ്രത്യേകം മര്യാദ പാലിക്കേണ്ട സ്ഥലവുമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അന്നഹു സമിഅ സൗത റജുലൈനി ഫിൽ മസ്ജിദ്, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന സംഭവമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ രണ്ടുപേർ ശബ്ദം എടുക്കുന്നുണ്ട് ഫി മസ്ജിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഇർതഫഅത അസ്വാതുഹുമാ, രണ്ടുപേരുടെ ശബ്ദം മസ്ജിദിൽ വെച്ച് ഉയർന്നു. ഫജാഅ ഫഖാൽ, ഉമർ പറഞ്ഞു അതദ്രിയാനി ഐന അൻതുമ, നിങ്ങൾക്കറിയുമോ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന്? എന്നിട്ട് ഉമർ ചോദിച്ചു മിൻ ഐന അൻതുമ, എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത്? അപ്പോൾ അവർ പറഞ്ഞു മിൻ അഹ്ലി തായിഫ്, ഞങ്ങൾ തായിഫിൽ നിന്ന് വരുന്നതാണ്, ഒരു മദീനക്കാരല്ല. അപ്പോൾ ഉമർ പറയുകയാണ് ലൗ കുൻതുമാ മിൻ അഹ്ലിൽ മദീന ലഔജഅതുകുമാ ദർബാ, മദീനക്കാരോ മറ്റായിരുന്നെങ്കിൽ വേദനിപ്പിക്കുന്ന അടി ഞാൻ തന്നേനെ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരോട് പറയുകയാണ്. കാരണം പുറത്തുള്ള ആളുകളായതുകൊണ്ട് ആ മര്യാദ ചിലപ്പോൾ അറിയാത്തവരായിരിക്കാം എന്നൊരു ഒഴികഴിവ് അവർക്ക് ഉമർ കൊടുക്കുകയാണ്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു വഖാല ഉലമ, പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു യുക്റഹു റഫഉ സൗതി ഇൻദ ഖബ്രിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അരികിൽ ഒച്ചയിടുക എന്നത് അത് വെറുക്കപ്പെട്ട കാര്യമാണ്. കമാ കാന യുക്റഹു ഫി ഹയാതിഹി അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് അവിടുത്തെ അരികിൽ ഒച്ചയിടുന്നത് പോലെ ഇതും വെറുക്കപ്പെട്ടതാണ്. ലിഅന്നഹു മുഹ്തറമുൻ ഹയ്യൻ വഫി ഖബ്രിഹി ദായിമാ, കാരണം അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്തും ആദരവുകൾക്ക് അർഹനാണ്. അവിടുത്തെ വഫാത്തിനു ശേഷം അവിടുത്തെ ഖബറിലും എന്നേക്കും അവിടുന്ന് ഇഹ്തിറാമിന് അർഹനായ ബഹുമാനിക്കേണ്ട റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, അപ്പോൾ ചിന്തിച്ചു നോക്കൂ, എത്ര വലിയ ഗൗരവമാണ് ഇന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അരികിൽ ചെന്ന് ഒച്ചയിടുന്ന ആളുകളുടെ അവസ്ഥ. ഒച്ചയിടുന്നത് എന്തു പറഞ്ഞിട്ടാണ്? അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്ത് ഏറ്റവും കഠിനമായി വിലക്കിയിട്ടുള്ള ശിർക്ക് ചെയ്തുകൊണ്ട് യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചുകൊണ്ട് മദദ് യാ റസൂലല്ലാഹ്, റസൂലേ കാക്കണേ എന്ന് നബിയോട് ഇസ്തിഗാസ നടത്തി ഒച്ചയിടുന്നവന്റെ സ്ഥിതി എന്തായിരിക്കും? സാധാരണ വർത്താനം പറഞ്ഞാൽ തന്നെ അത് തെറ്റാണ് ഒച്ചയിട്ടാൽ. എന്നാൽ അവിടുന്ന് ഈ ഏറ്റവും മുൻകറായ കാര്യം അത് ചെയ്യുന്നവന്റെ സ്ഥിതി എന്തായിരിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു വാക്കുകൊണ്ട് എതിര് പറയുക, ശബ്ദം നബിയുടെ ശബ്ദത്തെക്കാൾ ഉയർത്തുക എന്നത് ഇത്രയും ഗൗരവപ്പെട്ട സംഗതിയാണെങ്കിൽ ചിന്തിച്ചു നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആശയങ്ങൾക്കെതിരിൽ തൻ്റെ തോന്നിവാസവും തൻ്റെ ചിന്തയിൽ ഉദിച്ച കാര്യങ്ങളും തൻ്റെ ഉസ്താദ് പറഞ്ഞു എന്ന് പറഞ്ഞ് പലതും കൊണ്ടുവരുന്നവൻ്റെ സ്ഥിതി എന്തായിരിക്കും? എന്താണ് സംഭവിക്കുക? അൻ തഹ്ബത അമാലുക്കും, നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകാതിരിക്കാനാണിത്. അൻതും ലാ തശ്ഉറൂൻ, നിങ്ങൾ അറിയാതെ. ഇബ്നു കസീർ പറയുന്നു ഇന്നമാ നഹൈനാകും അൻ റഫഇ الصوت عنده خشية أن يغلب من ذلك فيغلب الله تعالى لغضبه. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഒച്ചയിട്ട് നബിക്കെങ്ങാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് നബിയോട് ഒച്ചയിട്ടാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് കോപിക്കുകയും അങ്ങനെ റസൂലിന്റെ കോപ കാരണത്താൽ അള്ളാഹു നിങ്ങളോട് കോപിക്കുകയും ചെയ്താൽ എന്തായിരിക്കും? അമല് പൊളിഞ്ഞു പോകും. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി റഫഉൽ അസ്വാതി ഫൗഖ സൗതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സബബുൻ ലിഹുബൂത്തിൽ അഅമാൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ ശബ്ദത്തിനുമേൽ ശബ്ദമുയർത്തുക എന്നത് പ്രവർത്തനങ്ങളെല്ലാം പൊളിഞ്ഞു പോകാൻ കാരണമാകുന്ന കാര്യമാണ്. ഫമല്ലന്നു ബിറഫഇൽ ആറാഇ വനതാഇജിൽ അഫ്കാരി അലാ സുന്നതിഹി വമാ ജാഅ ബിഹി. ചിന്തിച്ചു നോക്കൂ, അപ്പോൾ നീ എന്ത് വിചാരിക്കുന്നു? അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിന്റെ മുകളിൽ ആളുകൾ പടച്ചുണ്ടാക്കി അവരുടെ അഫ്കാർ, അവരുടെ ചിന്തകൾ, അവരുടെ വീക്ഷണങ്ങൾ, ജനങ്ങളുടെ പലവിധ അഭിപ്രായങ്ങൾ, അതൊക്കെ റസൂലിന്റെ സുന്നത്തിനേക്കാൾ നബി കൊണ്ടുവന്ന ദീനിനേക്കാൾ മുകളിൽ കൊണ്ടുവരുന്നവന്റെ സ്ഥിതി എന്തായിരിക്കും?
സുബ്ഹാനല്ലാഹ്. എത്ര എത്ര ആളുകളുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലാണ് സഹോദര സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത്, റസൂലുള്ളാഹിന്റെ ഹദീസ് ഇതാ എന്ന് പറഞ്ഞാൽ അതെനിക്ക് വേണ്ട. അവിടുത്തെ ഹദീസുകളെ തള്ളിക്കളയുന്ന, സുന്നത്തിനെ നിഷേധിക്കുന്ന ആളുകൾ പലതിനും വേണ്ടി ചില ആളുകൾ പറയും ഞങ്ങളെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല ഹദീസ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ശുദ്ധമായ സനദിൽ നബി വരെ എത്തിയിട്ടുള്ള, ഈ ഉമ്മത്ത് നൂറ്റാണ്ടുകളായി സ്വീകരിച്ചിട്ടുള്ള, ഇവനേക്കാൾ നന്നായി ഖുർആൻ മനസ്സിലായ ആളുകൾ സ്വീകരിച്ചിട്ടുള്ള ഹദീസുകൾ, ഒരൊറ്റ ഹദീസും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് പോലും ഖുർആനിനെതിരല്ല. എന്നിട്ട് ഇവൻ പറയുന്നു ഖുർആനിനെതിരാണ്, എൻ്റെ ബുദ്ധിക്കെതിരാണ്. തകരാറ് സഹോദര റസൂലുള്ളാഹിന്റെ ഹദീസല്ല, നിന്റെ ബുദ്ധിക്കാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരൊറ്റ ഹദീസും മനുഷ്യന്റെ നേരായ ബുദ്ധിക്കെതിരല്ല. പിന്നെന്താണ് എതിരാണെന്ന് തോന്നുന്നത്? അവൻ്റെ ബുദ്ധി നേരല്ലാത്തത് കൊണ്ടാണ്. യഥാർത്ഥ രൂപത്തിൽ അത് പഠിക്കുകയും അള്ളാഹുവിനോട് പാപമോചനം തേടുകയും ഹിദായത്തിനെ ചോദിക്കുകയും ചെയ്താൽ ഇൻഷാ അള്ളാഹ് അത് ബുദ്ധിക്ക് ഏറ്റവും യോജിച്ചതാണെന്ന് അവന് മനസ്സിലാവും. വേറെ ചില ആളുകൾ ഹദീസ് കൊണ്ട് കൊടുത്താൽ പറയും ഞങ്ങളുടെ മദ്ഹബിനെതിരാണ്, ഞാൻ ഇന്ന മദ്ഹബുകാരനാണ്, എൻ്റെ മദ്ഹബിന് ഇത് യോജിക്കുന്നില്ല, എൻ്റെ മദ്ഹബിൽ ഇങ്ങനെയാണ്, അതിനിത് യോജിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹബല്ല അവന് വേണ്ടത്, വേറെ പല മദ്ഹബുകളുമാണ്. പണ്ഡിതന്മാർ പറയാറുണ്ട്, ചില ആളുകൾ നമ്മുടെ നാട്ടിൽ പൊതുവെ അങ്ങനെ ഇല്ല, എന്നാൽ വേറെ ചില സ്ഥലത്ത് കാണാം, അവർ നിക്കാഹ് ചെയ്യുകയാണെങ്കിൽ ഇതാ എൻ്റെ മകളെ ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്ത് തന്നിരിക്കുന്നു ഇമാം മാലിക്കിൻ്റെ മദ്ഹബ് പ്രകാരം എന്ന് പറഞ്ഞാലേ നിക്കാഹ് ശരിയാവുമെന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത്, പല ആളുകളും. അപ്പോൾ ഒരാൾ പറഞ്ഞു ഇല്ല ഞാനങ്ങനെ പറയുകയില്ല. അപ്പോൾ ചോദിച്ചു അല്ല അങ്ങനെ പറഞ്ഞാലേ നിന്റെ നിക്കാഹ് ശരിയാവുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇമാം മാലിക്കിൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ നിക്കാഹ് എങ്ങനെയാണ് ശരിയായത്? ഇമാം മാലിക്കിൻ്റെ മദ്ഹബിൽ പറഞ്ഞാലല്ലേ ശരിയാവും എന്നല്ല നിങ്ങൾ പറയുന്നത്. ഇമാം മാലിക്കിൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ നിക്കാഹ് നടന്നിട്ടുണ്ടല്ലോ, അതെങ്ങനെ ചെയ്തത്? അവർക്ക് മുൻപ് നിക്കാഹുകൾ നടന്നിട്ടില്ലേ, അതെങ്ങനെയാണ് ശരിയായത്? അപ്പോൾ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനെതിരിൽ ഒരാളുടെ വാക്കും അതിനു മുകളിൽ ഒരിക്കലും വരികയില്ല. ഈ ദീൻ, അതിൻ്റെ അടിസ്ഥാനം അള്ളാഹുവിൻ്റെ കിതാബും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാണ്. അത് ഈ ഉമ്മത്തിലെ ആദിമ തലമുറ എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അവരൊരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ഒരാളുടെ വാക്കും അതിനു മുകളിൽ വരാൻ, സുന്നത്തിന് മുകളിൽ വരാൻ അവർ അനുവദിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ സ്വീകരിക്കണമെന്ന് പറയുന്നവർ ഒരിക്കലും പണ്ഡിതന്മാരെ, ഈ ഉമ്മത്തിലെ ഉലമാഇനെ തള്ളുന്നവരല്ല, മറിച്ച് അവരാണ് ഉലമാഇനെ സ്വീകരിക്കുന്നവർ. കാരണം ഈ ഉമ്മത്തിലെ പരിഗണനീയരായ പണ്ഡിതന്മാരെല്ലാം സുന്നത്ത് സ്വീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സുന്നത്താകട്ടെ നമ്മളാരെങ്കിലും കുഴിച്ചെടുക്കുന്നതല്ല, ആകാശത്തുനിന്ന് പൊട്ടി വീണതുമല്ല, അത് ഈ പണ്ഡിതന്മാർ വഴിക്ക് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതും. ഒരു പണ്ഡിതനും പറയാത്ത ഒരു സുന്നത്ത് അങ്ങനെയില്ല, പണ്ഡിതന്മാർ പറഞ്ഞ തന്നെയാണത്. അപ്പം അത് സ്വീകരിക്കുകയില്ല. ഇതേ സ്വീകരിക്കൂ എന്ന് പറയുന്നവൻ ഏതെങ്കിലും ഒരു പണ്ഡിതൻ അവനും തള്ളണം. തള്ളുക എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അഹ്ലുസുന്നത്തിൻ്റെ മഹാന്മാരായ പണ്ഡിതന്മാരിൽ ഒരാളെപ്പോലും അഹ്ലുസുന്നത്ത് തള്ളുകയില്ല. മറിച്ച് അവർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അവരോടുള്ള നിലപാടെന്താണ്? നുഖത്തിഉഹും വലാ നുബർരിഉ മിൻഹും, നുഖത്തിഉഹും വലാ നുബർരിഉ മിൻഹും. അവരുടെ ഖത ആണെന്ന് പറയും, തെറ്റാണ്, അത് സ്വീകരിക്കുകയില്ല. പക്ഷെ വലാ നുബർരിഉ മിൻഹും, അവരോട് നമ്മൾ ബന്ധം വിച്ഛേദിക്കുകയില്ല. അതാണ് പല പണ്ഡിതന്മാരെയും കുറിച്ച് പറഞ്ഞിട്ടുള്ളതുപോലെ, അദ്ദേഹം ഞങ്ങൾക്ക് ഹബീബാണ്, പക്ഷേ വലാകിന്നൽ ഹഖ് അഹബ്ബു ഇലൈനാ, അദ്ദേഹത്തെക്കാൾ ഞങ്ങൾക്ക് സ്നേഹമുള്ളത് ഹക്കിനോടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഒരാളും മഅസൂമുകളല്ല, തെറ്റ് അബദ്ധം സംഭവിക്കാത്തവരല്ല. അവർക്ക് അബദ്ധം സംഭവിച്ചേക്കാം, അവർക്ക് അതിന് അല്ലാഹുവിങ്കൽ ഒഴികഴിവുകൾ ഉണ്ടായേക്കാം. പക്ഷെ ശേഷം വരുന്നവർ അവർക്കത് അബദ്ധമാണെന്ന് മനസ്സിലായാൽ അത് സ്വീകരിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെതിരിൽ ഒരാളുടെ വാക്കും സ്വീകരിക്കാൻ പാടില്ല. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദ അല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസി അല്ലാഹ വറസൂലഹു ഫഖദ് ضل ضلالا മുബീന.
ആരെങ്കിലും വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഈമാനുള്ള ഒരു ആണിനോ പെണ്ണിനോ പാടില്ല അള്ളാഹു അവൻ്റെ റസൂലും ഒരു കാര്യത്തിൽ തീർപ്പ് പറഞ്ഞാൽ അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, അവർക്കതിലൊരു സ്വന്തം അഭിപ്രായം ഉണ്ടാകാൻ പാടില്ല, ഒരു സ്വാഭിപ്രായം ഉണ്ടാകാൻ പാടില്ല. അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു, ആര് അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ധിക്കരിച്ചോ അവർ വ്യക്തമായും വഴിപിഴച്ചു പോയിരിക്കുന്നു. ഫലാ വറബ്ബിക ലാ യുമിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. നിന്റെ റബ്ബ് തന്നെ സത്യം, അവർ ഈമാനുള്ളവരാവുകയില്ല. അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായ കാര്യത്തിൽ നബിയെ താങ്കളെ അവർ വിധികർത്താവാക്കുന്നതുവരെ, എന്നിട്ട് അവർ അതിന് സമ്പൂർണ്ണമായും കീഴൊതുങ്ങുക, അവരത് പൂർണ്ണ മനസ്സോടെ അനുസരിക്കുന്നത് വരെ അവർ മുഅ്മിനാവുകയില്ല. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനെതിരാണ്. അവിടുന്ന് കാണിച്ചു തരാത്ത എത്രയോ ബിദ്അത്തുകൾ ചെയ്യുന്നു. നബി കാണിച്ചിട്ടില്ല സഹോദര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹീഹായ സുന്നത്തിൽ ഇത് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയണ്ട, നമ്മളിങ്ങനെയാണ് പഠിച്ചത്. എന്തിന് ഒന്ന് സഫ് അടുപ്പിച്ച് വെക്കാൻ, കാലും ചുമലും അടുപ്പിച്ച് വെക്കാൻ പറഞ്ഞാൽ പോരും, നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മളിങ്ങനെയാണ് പഠിപ്പിച്ചു. സഹോദര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, തറാസൗ, ചേർന്ന് നിൽക്കൂ, വലാ തദഅ ഫുർജാത്തിൻ ലിശൈത്താൻ, ഇടയ്ക്ക് നിങ്ങൾ പിശാചിന് വേണ്ടി വിടവുകൾ അവശേഷിപ്പിക്കരുത്. മൻ വസല സഫൻ വസലഹുല്ലാഹ് വമൻ ഖതഅ സഫൻ ഖതഅഹുല്ലാഹ്, സഫ് മുറിച്ചവനെ അള്ളാഹു മുറിച്ചു, സഫ് ചേർത്തവനെ അള്ളാഹു ചേർത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ സഹാബികൾ പറയുന്നത് അതാ സഹീഹുൽ ബുഖാരിയിൽ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, വകാന അഹദുനാ യുൽസിഖു മൻകിബഹു ബിമൻകിബി സാഹിബിഹി വഖദബഹു ബിഖദമിഹി, ഞങ്ങളിൽ ഒരാൾ തൻ്റെ തോളോട്, സഹോദരൻ്റെ തോളിനോട് തോൾ ചേർത്ത് വെക്കും. വഖദമഹു ബിഖദമിഹി, തൻ്റെ കാൽപാദം അടുത്തുള്ള സഹോദരൻ്റെ കാൽപാദത്തോട് ചേർത്ത് വെക്കും. അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കാണ്. ഇല്ല, ഇന്ന പണ്ഡിതന്മാർ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, ഞങ്ങളെ മദ്ഹബിൽ അത് പഠിച്ചിട്ടില്ല. നിങ്ങൾ കാലുമ ചവിട്ടുന്ന ആളുകളാണ്. ആരാണ് സഹോദര കാലുമ ചവിട്ടിയത്? അങ്ങനെ ആരെങ്കിലും ചവിട്ടുണ്ടെങ്കിൽ ചവിട്ടാൻ പാടില്ല. ചേർന്ന് നിന്നാൽ മതി, ചേർന്ന് നിന്നാൽ മതി, സ്പർശിച്ചാൽ മതി. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെതിരിൽ ഈ ആളുകളുടെ പ്രവൃത്തി കൊണ്ട് തെളിവ് പിടിക്കരുത്. ഇത് ഒരു ഉദാഹരണം മാത്രം. ഇങ്ങനെ ഏതേത് കാര്യങ്ങളുണ്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അത് മുറുകെ പിടിക്കുന്നവരാകണം മുഅ്മിനുകൾ. അല്ലാഹു പറയുന്നു, ഇന്നല്ലദീന യഗുദ്ദൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ് ഉലൈക അല്ലദീന ഇംതഹന അല്ലാഹു ഖുലൂബഹും ലിത്തഖ്വ ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ അളീം. ഇന്നല്ലദീന യഗുദ്ദൂന അസ്വാതഹും, ആരാണോ തങ്ങളുടെ ശബ്ദം താഴ്ത്തുന്നവർ, ഇൻദ റസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അരികിൽ, ഉലൈക അല്ലദീന, അവരാണ്, അവരുടേതാണ്, ഇംതഹന അല്ലാഹു ഖുലൂബഹും, അല്ലാഹു ഹൃദയങ്ങൾ ശുദ്ധീകരിച്ചിട്ടുള്ളത്, ലിത്തഖ്വ, തഖ്വക്ക് വേണ്ടി, തഖ്വക്ക് വേണ്ടി. ഇംതഹന അല്ലാഹു ഖുലൂബഹും എന്താണ് അങ്ങനെ പറഞ്ഞാൽ? അഖ്ലസഹ ലഹ, അത് അല്ലാഹു തഖ്വക്ക് വേണ്ടി മാത്രം ഒരുക്കി വച്ചിരിക്കുന്നു. വജഅലഹ അഹ്ലൻ വമഹല്ല, തഖ്വക്ക് യോജിച്ച, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന, സൂക്ഷ്മതയോട് യോജിച്ചതാക്കിയിരിക്കുന്നു അവരുടെ ഹൃദയത്തെ. ലഹും മഗ്ഫിറത്തുൻ, അവർക്കാണ് അല്ലാഹുവിൻ്റെ പാപമോചനമുള്ളത്. വഅജ്റുൻ അളീം, മഹത്തായ പ്രതിഫലമുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ശബ്ദം താഴ്ത്തുന്ന ആളുകൾ, അവരെയാണ്, അവരുടെ ഹൃദയങ്ങളാണ് അല്ലാഹു തഖ്വക്ക് അനുയോജ്യമാക്കിയിട്ടുള്ളത്, അതിനുവേണ്ടി അല്ലാഹു ശുദ്ധമാക്കിയിട്ടുള്ളത്. അവർക്ക് അല്ലാഹുവിൻ്റെ പാപമോചനവും വലിയ പ്രതിഫലവുമുണ്ട്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാത്തി അക്സറുഹും ലാ യഅഖിലൂൻ വലൗ അന്നഹും സബറൂ ഹത്താ തഖ്റുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും വല്ലാഹു ഗഫൂറുർ റഹീം. ഇന്നല്ലദീന യുനാദൂനക, ഓ നബിയെ താങ്കളെ വിളിക്കുന്ന ആളുകൾ, ഉച്ചത്തിൽ വിളിക്കുന്നവർ, മിൻ വറാഇൽ ഹുജറാത്തി, ഹുജറാത്തുകൾക്ക് പിന്നിൽ നിന്നുകൊണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറിയ അറകൾ, വീടുകൾ, അതിനപ്പുറം നിന്നുകൊണ്ട് നബിയെ വിളിക്കുന്ന ആളുകൾ, അക്സറുഹും, നബി അവരിൽ അധിക പേരും ലാ യഅഖിലൂൻ, ബുദ്ധി കൊടുത്ത് ആലോചിക്കാത്ത, ചിന്തിക്കാത്ത ആളുകളാണ്. വലൗ അന്നഹും സബറു, അവർ ക്ഷമിച്ചിരുന്നുവെങ്കിൽ, ഹത്താ തഖ്റുജ, നബിയെ താങ്കൾ പുറത്തേക്ക് പോകുന്നതുവരെ, ഇലൈഹിം, അവരിലേക്ക്, ലകാന ഖൈറൻ ലഹും, അതവർക്ക് നന്മയായേനെ. വല്ലാഹു ഗഫൂർ റഹീം, അബദ്ധം പറ്റിയവർ തിരുത്തുക. അല്ലാഹു ഗഫൂർ, അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണ്, റഹീമുൻ,
അവൻ ഏറെ റഹ്മത്ത് കാരുണ്യം ചൊരിയുന്നവനാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മര്യാദകൾ അവിടുത്തെ ജീവിതകാലത്ത് പാലിക്കാത്ത അറബികളിലെ ചില മര്യാദ കുറഞ്ഞ ആളുകളെക്കുറിച്ചാണ് ഈ ആയത്തുകൾ. പ്രത്യേകിച്ച് അറാബികളെ പോലുള്ള ആളുകൾ, അതുപോലെ അവരിലെ ചില ഗോത്രത്തലവന്മാർ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മര്യാദ പാലിക്കാതെ പ്രവർത്തിച്ചിരുന്നു. നബിയുടെ വീട്ടിന് പുറത്തുനിന്ന് ഒച്ചത്തിൽ നബിയെ വിളിച്ചുകൊണ്ടിരിക്കുക പോലെ, അത് മര്യാദകേടാണ്. അവർ ചിന്തിച്ചിരുന്നുവെങ്കിൽ, അവരധിക പേരും ആലോചിക്കുന്നില്ല, താങ്കൾ പുറത്ത് ഇറങ്ങുന്നത് വരെ ക്ഷമിക്കുക, അതായിരുന്നു അവർക്ക് നല്ലത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മര്യാദ. എന്നാൽ അബദ്ധം പറ്റിയാൽ പൊറുക്കലിനെ തേടുക, അള്ളാഹു പുറത്തു തരും, അവൻ ഗഫൂറാണ്, അവൻ റഹീമാണ്. എത്രത്തോളം അവരിൽ ചിലർ നബിയോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ മുഹമ്മദ് ഇന്ന ഹംദി ലസൈൻ വ ഇന്ന ദമ്മി ലശൈൻ, ഞാനൊരാളെ പുകഴ്ത്തി പറഞ്ഞാൽ അത് അയാൾക്ക് എപ്പോഴും അലങ്കാരമായി നിലനിൽക്കും, ഞാനൊരാളെ ഇകഴ്ത്തി പറഞ്ഞാൽ അത് അയാൾക്ക് എപ്പോഴും ഒരു ദുഷ്പേരായി നിൽക്കും. അറബികൾക്ക് അങ്ങനെയൊക്കെ ഉണ്ട്, കവിത പറഞ്ഞ ആളുകളെ പുകഴ്ത്തുക, പിന്നെ അത് ആ കവിത പ്രശസ്തമായാൽ അയാൾക്ക് എപ്പോഴും അതൊരു പേരായിരിക്കും. ആ കവിത എങ്ങാനും ഒരാളെ കവിതയിലൂടെ അയാളെ ഇകഴ്ത്തുക, ആക്ഷേപ കവിതകൾ രചിക്കുക, അത് പ്രശസ്തമായാൽ അയാൾക്ക് എപ്പോഴും പേരുദോഷമായിരിക്കും. അപ്പം അതൊക്കെ തൻ്റെ പേരിൽ വലിയ ആത്മപ്രശംസയായി പറഞ്ഞ്, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചിലർ പറഞ്ഞിരുന്നു, ഞാൻ ചെയ്ത എങ്ങനെയാണ് കേട്ടോ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞ ഒരാളോട് പറഞ്ഞു, ഇതാക്കല്ലാഹ്, അത് അള്ളാഹുവാണ് എന്ന് പറഞ്ഞാൽ, അള്ളാഹു ഒരുവന് നല്ല പേര് കൊടുത്താൽ അതെപ്പോഴും നിലനിൽക്കും, അള്ളാഹു ഒരുവന് ദുഷ്പേര് കൊടുത്താൽ അവന് പിന്നെ നല്ല പേര് കൊടുക്കാൻ ആരുമില്ല. നോക്കണം, ഇങ്ങനെയൊക്കെ ഈ രൂപത്തിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിരുന്ന ചില മര്യാദയില്ലാത്ത ആളുകളെ കുറിച്ചാണ് ഈ ആയത്തുകൾ. പ്രത്യേകിച്ച് അറാബികളായ ആളുകളെ കുറിച്ച്. ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാത്തി അക്തറുഹും ലാ യഅഖിലൂൻ വലൗ അന്നഹും സബറു ഹത്താ തഖ്റുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും വല്ലാഹു ഗഫൂറുർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹൂ അലാ മാ ഫഅൽതും നാദിമീൻ. മഹത്തായ ഒരു മര്യാദ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ മുഅ്മിനുകളെ, ഇൻ ജാഅകും ഫാസിഖുൻ, നിങ്ങളിലേക്കൊരു ഫാസിഖ് വന്നാൽ, ഒരു ഫിസ്ഖുള്ള ആൾ, ഫിസ്ഖ് എന്നാൽ അള്ളാഹുവിനോടുള്ള അനുസരണം, അതിൽ നിന്ന് പുറത്തു പോവുക, തെമ്മാടിയും തോന്നിവാസിയുമാവുക. അങ്ങനെയുള്ള ഒരാൾ നിങ്ങളുടെ അരികിലേക്ക് വന്നു, ബിനബഇൻ, വല്ല വാർത്തയും കൊണ്ട്, വല്ല വിവരവും കൊണ്ടുവന്നു, ഫതബയ്യനൂ, അപ്പോൾ നിങ്ങളത് കൃത്യമായി അന്വേഷിക്കുക, അത് ഉറപ്പുവരുത്തുക, അതിൻ്റെ വിശദാംശങ്ങൾ തേടുക. എന്തിനാണ്? അൻ തുസീബൂ ഖൗമ, നിങ്ങളൊരു കൂട്ടരെ അവരുടെ അടുത്തേക്ക് ഉപദ്രവമായി ചെല്ലാതിരിക്കാൻ, നിങ്ങൾ ഏതെങ്കിലും ഒരു ഖൗമിനെ ഉപദ്രവിക്കാതിരിക്കാൻ, അവർക്ക് മുസീബത്തുണ്ടാക്കാതിരിക്കാൻ, ബിജഹാലത്തിൻ, വിവരമില്ലാതെ, അറിവില്ലാതെ, അവിവേകത്താൽ നിങ്ങൾ ആരെങ്കിലും ഉപദ്രവിക്കാതിരിക്കാൻ. കാരണം ഫാസിഖ് എന്തെങ്കിലും വാർത്ത പറഞ്ഞ് അത് വിശ്വസിച്ച് നടന്നാൽ ചിലപ്പോൾ അന്യായമായി പലരെയും ദ്രോഹിക്കാൻ കാരണമായേക്കും. ഫതുസ്ബിഹൂ, അങ്ങനെ നിങ്ങളായിത്തീരും, അലാമ ഫഅൽതും, നിങ്ങൾ ചെയ്ത കാരണത്താൽ, നാദിമീൻ, അതിൽ ഖേദിച്ചവരായിത്തീരും. പക്ഷേ അങ്ങനെ എന്തെങ്കിലും മുസീബത്ത് ഉണ്ടാക്കി പിന്നെ ഖേദിച്ചതുകൊണ്ട് ചിലപ്പോൾ കാര്യമില്ലാതായി പോകും. അതുകൊണ്ട് വാർത്ത കിട്ടിയാൽ നിങ്ങൾ അന്വേഷിക്കുക, അജലത്ത് കാണിക്കാതിരിക്കുക, ധൃതിപ്പെടാതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അശജ് എന്നുപേരുള്ള സഹാബിയോട്, അബ്ദുൽ ഖൈസ് എന്ന് വിളിക്കപ്പെടുന്ന ഗോത്രത്തിലുള്ള സഹാബിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇന്ന ഫീക ലഖസ്ലതൈൻ യുഹിബ്ബുഹും അല്ലാഹ്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന രണ്ട് സ്വഭാവങ്ങൾ താങ്കളിലുണ്ട്. അദ്ദേഹം ചോദിച്ചു, എന്താണ് നബിയെ? അൽ ഹിൽമു വൽ അനാതു. അൽ ഹിൽം, ഹിൽം എന്നാൽ ബുദ്ധിയോടെ സഹിച്ചു നിൽക്കുക, സഹനം. വൽ അനാതു, അനാത്ത് എന്നാൽ വെപ്രാളം കാണിക്കാതിരിക്കുക, എടുത്തു ചാടാതിരിക്കുക, മറിച്ച് അവധാനതയോടെ പെരുമാറുക. ഈ രണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്വഭാവങ്ങൾ താങ്കളിലുണ്ട്. അതല്ലാത്തവർക്ക് പല പാളിച്ചകളും പല അബദ്ധങ്ങളും സംഭവിച്ചേക്കും. മുസ്ലിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സഹീഹിൻ്റെ തുടക്കത്തിൽ, അതിൻ്റെ മുഖദ്ദിമയിൽ
സനദിനുള്ള തെളിവായി ഈ ഹദീസ് ഉദ്ധരിച്ചിരിക്കുന്നു, ഈ ആയത്ത് ഉദ്ധരിച്ചിരിക്കുന്നു. സനദ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, തെളിവാണ് ഈ ആയത്ത്. കിട്ടണത് അങ്ങനെ തന്നെ എടുക്കാൻ പാടില്ല. സാധാരണ ദുനിയാവിൻ്റെ കാര്യത്തിൽ വരെ ഇങ്ങനെയാണ്. അപ്പോൾ ദീനിൻ്റെ കാര്യം എന്തായിരിക്കും? എന്ത് ഖാല റസൂലുള്ളാഹി എന്ന് ആര് പറഞ്ഞാലും അപ്പോൾ ഷെയർ കിട്ടിയത് അതുപോലെ അയച്ചു കൊടുത്തു. ഒരാൾക്കല്ല, ചിലപ്പോൾ 100 ആൾക്കായിരിക്കും ഒരുമിച്ച് അയക്കുന്നത്. അതിന് 100 ആൾ ചിലപ്പോൾ 1000 ആൾക്ക് ആ സെക്കൻഡിൽ തന്നെ എത്തിച്ചിട്ടുണ്ടാവും. ആർക്കായിരിക്കും ഇതിൻ്റെയൊക്കെ കുറ്റം? ഇത് ഇല്ലാത്ത ഹദീസാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറയുക എത്ര വലിയ ഗൗരവമാണ്. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫലിയതബവ്വ മഖഅദഹു മിനൻ നാർ. ഒരുപാട് മനുഷ്യന്മാർക്ക് കാണാപ്പാടുള്ള ഹദീസായി, എന്നിട്ട് ഇതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യും. ആരെങ്കിലും എൻ്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ചാൽ നരകത്തിൽ അവൻ്റെ ഇരിപ്പിടം അവൻ ഉറപ്പിച്ചു കൊള്ളട്ടെ. ഇത് പഠിച്ചവനാണ്. എന്താ ഈ ഹദീസിൻ്റെ പ്രത്യേകത? മുതവാത്തിറായ ഹദീസാണിത്. അനവധി സഹാബിമാർ ഒരേ പദങ്ങൾ ഉപയോഗിച്ച് റിവായത്ത് ചെയ്ത ഹദീസ്. മുതവാത്തിർ ലഫ്ളൻ വ മഅന, രണ്ട് നിലക്ക് മുതവാത്തിറായ ഹദീസ് വരും. എന്താ മുതവാത്തിർ? പല പരമ്പരകളോടെ വരുന്ന ഹദീസാണ്. അത് 2 രൂപത്തിലുണ്ട്. ഒന്നെന്താണ്? ആശയം വരിക, പക്ഷെ പദങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. ഉദാഹരണത്തിന് മസീഹുദ് ദജ്ജാലിൻ്റെ ഹദീസുകൾ, ദജ്ജാൽ എന്ന അവൻ ഖിയാമത്ത് നാൾ അടുത്താൽ പുറപ്പെടുമെന്ന വിഷയം ഒരുപാട് സഹാബിമാർ റിവായത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരുടെ പദങ്ങളിൽ, റസൂലുള്ളാഹി പറഞ്ഞ പദങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. പല സംഭവങ്ങളായിരിക്കും പല സഹാബിമാർ റിവായത്ത് ചെയ്യുന്നത്, പരസ്പരം എതിരല്ലാത്തത്. അത് മുതവാത്തിറാണ്. എങ്ങനെ? മഅനൻ, അതിൻ്റെ ആശയം വന്നിട്ടുണ്ട്. എന്നാൽ ആശയവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പദങ്ങളും അതുപോലെ മുതവാത്തിറായി, അഥവാ പല സഹാബിമാർ റിവായത്ത് ചെയ്യുക, പല പരമ്പരകളോടെ വരിക, അങ്ങനെയുള്ള ഹദീസുകൾ വളരെ കുറച്ചാണ്. അതിൽപ്പെട്ട ഹദീസായി ഏത്? മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫലിയതബവ്വ മഖഅദഹു മിനൻ നാർ. ആരെങ്കിലും എൻ്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ചു പറഞ്ഞാൽ അവൻ നരകത്തിൽ അവൻ്റെ ഇരിപ്പിടം ഉറപ്പിച്ചു കൊള്ളട്ടെ. എത്രയോ സഹാബിമാർ. മുസ്ലിം തൻ്റെ മുഖദ്ദിമയിൽ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്, 100ഓളം സഹാബിമാരിൽ ഈ ഹദീസ് വന്നിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ഹദീസാണ് ഇമാം മുസ്ലിം തൻ്റെ സഹീഹിൻ്റെ മുഖദ്ദിമയിൽ ഉദ്ധരിച്ചത്. മൻ ഹദ്ദസ അന്നി ബിഹദീസിൻ യുറ അന്നഹു കദിബുൻ ഫഹുവ അഹദുൽ കാദിബൈൻ ഔ അഹദുൽ കാദിബീൻ. ആരെങ്കിലും എൻ്റെ പേരിൽ ഒരു ഹദീസ് പറഞ്ഞു, അത് കളവാകാൻ സാധ്യതയുണ്ട്, ഉറപ്പില്ല, എങ്കിൽ അവൻ 2 കള്ളന്മാരിൽ ഒരുവനാണ്, അല്ലെങ്കിൽ പല കള്ളന്മാരിൽ ഒരുവനാണ്. സുബ്ഹാനല്ലാഹ്. തോന്നിയത് പറയാൻ പാടില്ല, ദീനാണ്. റസൂൽ പറഞ്ഞെന്ന് പറഞ്ഞാൽ ദീനായി തീരും. പക്ഷെ ആളുകൾ നോക്കൂ, ആരെങ്കിലും അടിച്ചു വിട്ടാൽ അതങ്ങനെ തന്നെ പ്രചരിപ്പിക്കുന്നു. ചിലപ്പോൾ അറബിയും കൂടി കൊടുത്തിട്ടുണ്ടാവില്ല, മലയാളത്തിൽ മാത്രമായിരിക്കും. 100 ആൾക്ക് അയച്ചു കൊടുത്തിട്ടാണോ പിന്നെ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ നോക്കി നിങ്ങൾ? എങ്ങനെ നമ്മൾ നോക്കുക? ഈ മലയാളം അടിച്ചു തന്നാൽ മലയാളത്തിലാണ് റസൂൽ ഹദീസ് പറഞ്ഞത്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ വല്ലതും കിട്ടിയാൽ അത് പ്രചരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇമാം ബുഖാരിയോ മുസ്ലിമോ ഉദ്ധരിച്ച് അവരുടെ സഹീഹിലുള്ളതാണോ അത് സഹീഹാണെന്നതിൽ, ശരിയാണെന്നതിൽ സംശയമില്ല. അതല്ലാത്ത ഏതെങ്കിലും ഹദീസിൻ്റെ കിതാബിലുള്ളതാണോ, ആരാണ്, ഏതു പണ്ഡിതനാണ് ഈ ഹദീസ് സഹീഹാണ്, ഇത് സ്വീകാര്യയോഗ്യമാണ് എന്ന് പറഞ്ഞത്? പരിഗണനീയരായ പണ്ഡിതന്മാർ വല്ലവരും പറഞ്ഞിട്ടുണ്ടോ? ഉദാഹരണത്തിന് ആധുനിക കാലത്ത് ഒരു ഹദീസ് സഹീഹാണെന്നതിന് മുസ്ലിം ലോകം ഒന്നാകെ പൊതുവെ അംഗീകരിച്ചിട്ടുള്ള ഒരു മാനദണ്ഡമാണ് ഇമാം അൽ മുഹദ്ദിസ് നാസിറുദ്ദീൻ അൽ അൽബാനി റഹിമഹുല്ലാ. അദ്ദേഹം ഈ ഹദീസ് സഹീഹാണെന്ന് സ്ഥിരപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്വന്തം വക എന്തെങ്കിലും നിയമം ഉണ്ടാക്കിയിട്ട് അത് ഹദീസുകൾക്ക് ബാധകമാക്കിയതല്ല, മറിച്ച് ഹദീസ് നിദാന ശാസ്ത്രത്തിൻ്റെ മുസ്ലിം ഉമ്മത്ത് പണ്ട് മുതലേ അംഗീകരിച്ചു വന്നിട്ടുള്ള ഈ നിയമം, അള്ളാഹു പറഞ്ഞിട്ടുള്ള ഈ നിയമം, ഫതബയ്യനു, അന്വേഷിക്കുക, ആരാണ് പറഞ്ഞത്, അതിലെ സത്യത എത്രത്തോളമുണ്ട് എന്നതിന് ഉള്ള മാനദണ്ഡങ്ങളാണ് അദ്ദേഹം അത് അപ്ലൈ ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത നൽകുകയുണ്ടായി. എത്രത്തോളം? പഴയകാല ഇമാമികളുടെ പേരും ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ച അദ്ദേഹത്തിൻ്റെ പേരും അള്ളാഹു സുബ്ഹാനഹു വ തആല
ആളുകളുടെ നാവിലും അവരുടെ എഴുത്തിലും ചേർത്തി. കാരണം ആളുകൾ പറയുന്നു, ഇതാ ഇന്ന ഹദീസ് റവാഹു തിർമിദി, ഇമാം തിർമിദി ഉദ്ധരിച്ചു, വസഹഹുൽ അൽബാനി, ഇമാം അൽബാനി അത് സഹീഹാണെന്ന് സ്ഥിരപ്പെടുത്തി. ഇമാം തിർമിദി നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ച ഇമാം ബുഖാരിയുടെ ശിഷ്യനായ പണ്ഡിതനാണ്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷമുള്ള ഈ ഇമാമിന്റെ, മഹാനായ ഇമാമിന്റെ പേര് ആളുകളുടെ നാവിൽ, അതാരാ? വഴിയെ പോകുന്നവരും വരുന്നവരല്ല, വലിയ പണ്ഡിതന്മാരാണ് പറയുന്നത്. അപ്പൊ സ്വീകാര്യത അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. മഹാനായ ഇമാം ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതുപോലെ, സൂര്യന് കീഴിൽ ഇത്രത്തോളം ഹദീസിൽ വിജ്ഞാനമുള്ള ഒരാളെ ഞാൻ വേറെ കണ്ടിട്ടില്ല റഹിമഹുല്ലാഹ്. ഇതുപോലെ പരിഗണിക്കാൻ പറ്റിയ പണ്ഡിതന്മാർ ആരാണ്? ഇമാം ബുഖാരിയോ മുസ്ലിമോ അല്ലാത്ത ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്നാണെങ്കിൽ അത് സ്ഥിരപ്പെടുത്തിയത്, അങ്ങനെ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ച് ചെയ്ത് പ്രചരിപ്പിക്കാൻ പാടുള്ളൂ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ. ചില വിവരം കെട്ട ആളുകളുടെ വിചാരം ഏതെങ്കിലും വലത്തുനിന്നെടുത്തേക്ക് എഴുതിയ കിതാബിലുണ്ടായ മതി എന്നാണ്. വലത്തുനിന്നെടുത്തോട്ടേക്കുള്ള ഏതെങ്കിലും കിതാബിലുണ്ടെങ്കിൽ മതി, ഖാല റസൂലുള്ളാഹി എന്ന് കണ്ട അടിച്ചും വിടാം. എന്നിട്ട് ചില ജാഹിലുകൾ ചോദിക്കുന്നു, പേരിന്റെ പിന്നിൽ മുഫ്തി എന്നൊക്കെ ഉണ്ട്. മുഫ്തി എന്ന് പറഞ്ഞാൽ ചെറിയ ആലിം എന്നല്ല, ഫത്വ കൊടുക്കുന്ന ആളെന്നാണ്. വലിയ വലിയ ഡിഗ്രികളും സ്ഥാനമാനങ്ങളൊക്കെ പേരിന്റെ അപ്പുറത്തിപ്പുറത്തൊക്കെയുള്ള ആളുകൾ ചോദിക്കാണ്. പച്ച സഫാഹത്ത്, എന്ത് വിവരക്കേട് ചോദിക്കാൻ. ഇന്ന് കിതാബിലില്ല, അവർക്ക് ദഈഫായ ഹദീസാണ് അവരെ കിതാബിൽ എഴുതിയത്. സുബ്ഹാനല്ലാഹ്. കേട്ട ആളുകൾ വിചാരിക്കും, സാധാരണക്കാർ ശരിയാണല്ലോ, എന്താ അവരുടെ കിതാബിൽ അവർ പിന്നെ ഹദീസുകൾ കൊടുത്തത്? സഹോദര, അവർ ഇന്നെപ്പോലെ ആളുകളെ പറ്റിക്കാൻ കൊടുത്തല്ല, മറിച്ച് അവർ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ്. ഇതാ എന്നോട് ഇന്ന ആൾ പറഞ്ഞിരിക്കുന്നു, അദ്ദേഹത്തോട് ഇന്ന ആൾ പറഞ്ഞിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുന്ന ഇതുവരെയുള്ള സനദ് കൊടുത്തിട്ടാണ് ഒരു ഹദീസ് കൊടുത്തത്. അങ്ങനെ കൊടുക്കണം. ആ ഹദീസുകൾ കൊടുക്കലാണ് ഖൈർ. അവരുടെ കിതാബുകൾ അവർ രേഖപ്പെടുത്തിയതാണ് ഖൈർ. അതുകൊണ്ട് ഒരുപാട് ഖൈറുണ്ട്. ഒന്നെന്താ? മൻ അസ്നദ ഫഖദ് അഹാൽ വമൻ അഹാല ഫഖദ് ബരി. നിയമമാണത്. എന്ത്? ആരെങ്കിലും സനദ് പറഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഉത്തരവാദിത്വം ഒഴിഞ്ഞിരിക്കുന്നു. കാരണം എന്താ? ഈ സനദുകളെ കുറിച്ച് പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഹദീസ് വായിച്ചാൽ അത് സഹിഹാണോ ദഈഫാണോ എന്ന് എഴുതി വെച്ചതുപോലെയാണത്. ഈ ഹദീസ് സനദടക്കം കൊടുത്താൽ അത് പഠിച്ച, അതിൽ അഗാധ പാണ്ഡിത്യമുള്ള ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം ആ ഹദീസിന്റെ തൊട്ട് പിന്നിൽ ഈ ഹദീസ് സഹിഹാണ് അല്ലെങ്കിൽ ദഈഫാണ് എന്ന് രേഖപ്പെടുത്തിയതുപോലെയാണത്. കാരണം എന്താ? ഇതിലൂടെ മനസ്സിലാക്കാം, നാളെ ഏതെങ്കിലും ഒരാൾ ഈ ഹദീസ് പറഞ്ഞിട്ട് അതിന് ഇല്ലാത്തൊരു സനദ് കെട്ടിയുണ്ടാക്കിയാൽ അത് തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണം? മുൻഗാമികൾ അത് രേഖപ്പെടുത്തിയിരിക്കണം, ഇതിന്റെ യഥാർത്ഥ സനദ് ഇതാണ്. ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ, അത് മാത്രമല്ല എമ്പാടും കാരണങ്ങളുണ്ട്. അപ്പൊ അവരൊരിക്കലും പറഞ്ഞിട്ടില്ല എന്ത്? ഇതാ എൻ്റെ ഈ കിതാബിലുള്ളതൊക്കെ നിങ്ങൾ ജനങ്ങളോട് ഉദ്ധരിച്ചോളൂ, ഇതൊക്കെ സഹിഹാണ് എന്നവർ പോലും പറഞ്ഞിട്ടില്ല. മറിച്ച് അവർ ചെയ്തത് ഇസ്ലാമിൽ ചെയ്ത വലിയ സേവനമാണ്. അപ്പൊ സഹോദരങ്ങളെ, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഇല്ലാത്തത് പറയുക എന്നത് മറ്റാരുടെ പേരിൽ പറയുന്നതിനേക്കാളും അതീവ ഗൗരവതരമായ സംഗതിയാണ്. മറ്റുള്ളവരുടെ കാര്യമാണെങ്കിലും ശരി, വാർത്തകൾ അത് ശ്രദ്ധിക്കണം. കേട്ടതെല്ലാം പ്രചരിപ്പിച്ചുകൂടാ. സത്യമാണെങ്കിൽ തന്നെ ചില വാർത്തകൾ പ്രചരിപ്പിച്ചുകൂടാ. ശുറൈഹ് അൽ ഖാദി റഹിമഹുല്ലാഹ് മഹാനായ താബിഇയാണ്. അദ്ദേഹത്തെ പോലെയുള്ള മഹാന്മാർ, അവരിൽ പലരും ഫിത്ന സംഭവിച്ചാൽ, വലിയ കുഴപ്പങ്ങൾ ഉണ്ടായാൽ അവരെക്കുറിച്ച് പറഞ്ഞത് കേൾക്കാം. ലാ യസ്തഖ്ബിർ വലാ യുഖ്ബിർ. വാർത്ത അന്വേഷിക്കൂല, വാർത്ത അറിഞ്ഞ ആരോടും പറയൂല. എന്താ കാരണം? ഖൈറില്ലാതെ. ചിലപ്പോൾ പല വാർത്തകളും ചിലപ്പോൾ സത്യമായിരിക്കും. അത് അറിഞ്ഞതുകൊണ്ട് വേണ്ടാത്ത ടെൻഷനും വേണ്ടാത്ത ചിന്തകളും ആകുലതകളും കൽവിൽ കയറുകയാണ് ചെയ്യുക. അതൊരു മുഅ്മിന് നല്ലതല്ല. പല ഖൈറും അതുകൊണ്ട് മുടങ്ങിപ്പോകും. അതുകൊണ്ട് അവരെന്ത് ചെയ്യില്ല, തിരിഞ്ഞു നോക്കൂല, അവരവരെ കാര്യം കൊണ്ട് നടക്കും. കാരണം ഇത് പലതും അറിയാത്തതുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കാനില്ല, അറിഞ്ഞതുകൊണ്ട് നമുക്ക് പലതും ഒന്നും ചെയ്യാനുമില്ല. ഇതിൽ പലതും അറിയാത്തതുകൊണ്ട് നമുക്ക് യാതൊരു ഉപദ്രവവുമില്ല, അറിഞ്ഞതുകൊണ്ട് നമുക്ക് പലതിലും ഒന്നും ചെയ്യാനുമില്ല. അറിയാതിരിക്കലായിരിക്കും വലിയ ഖൈർ. സത്യമായ വാർത്തകളുടെ കാര്യം തന്നെ ഇതാണ്. പലതിൻ്റെയും കാര്യം ഇതാണ്. എല്ലാം പറയേണ്ടതില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരാൾക്ക് കളവാകാൻ എന്ത് തന്നെ മതി, അയ്യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, കേട്ടതെല്ലാം പറയുക എന്നത് തന്നെ മതി. കേട്ടതൊക്കെ പറയാതെ നിന്നാൽ അതിൽ പലതും കളവായിരിക്കും. അപ്പോൾ പിന്നെ കള്ളവാർത്തകളുടെ സ്ഥിതി എന്തായിരിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, സൂറത്തു നൂർ എടുത്തു നോക്ക്, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശിഅൽ ഫാഹിശതു ഫില്ലദീന ആമനൂ, മുഅ്മിനീങ്ങൾക്കിടയിൽ ഫാഹിശത്തുകൾ, വൃത്തികേടുകൾ പ്രചരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, പ്രചരിപ്പിച്ചവനല്ല, പ്രചരിക്കാൻ ആഗ്രഹിക്കുന്നവൻ. ഇന്നത്തെ പല മാധ്യമങ്ങളും എടുക്കുന്ന പണി ഇതാണ്. കേട്ടാൽ വിചാരിക്കും, ഓ എത്ര വലിയ സേവനമാണ് ചെയ്തത്, ഇത്ര ആളുകളെ കണ്ടിട്ടാണ് ഒരു സർവേ നടത്തിയത്. ചെയ്തതെന്തായിരിക്കും? ഏതെങ്കിലും നാട്ടിൽ നടക്കുന്ന അങ്ങേയറ്റത്തെ വൃത്തികേട് ജനങ്ങളൊന്നാകെ അറിയിച്ചു. അതുകൊണ്ട് അതറിഞ്ഞ് പലരുടെ ഹൃദയം മോശമായി, വേറെ പലർക്കും അത് ചെയ്യാൻ തോന്നി, വേറെ പലർക്കും മനസ്സുമടുത്തു, വേറെ പലരും അപമാനിക്കപ്പെട്ടു. ഖൈറെന്താ ഉണ്ടായത്? ഒന്നും ഉണ്ടായില്ല. പലതും പറയാതിരിക്കുകയായിരുന്നു നല്ലത്. അപ്പം ഇങ്ങനെ വാർത്തകളുടെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ മുഅ്മിനുകളെ, ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ, നിങ്ങളിൽ ഒരു തെമ്മാടി വല്ല വാർത്തയും കൊണ്ടുവന്നാൽ ഫതബയ്യനു, നിങ്ങൾ കൃത്യമായി അത് അന്വേഷിക്കുക, അതിൻ്റെ വിശദാംശങ്ങൾ അറിയുക. എന്തിനു വേണ്ടി? അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ, ഏതെങ്കിലും ഒരാളുകൾക്ക് വിവരമില്ലാതെ നിങ്ങൾ വല്ല മുസീബത്തും ഉണ്ടാക്കാതിരിക്കാൻ, അവരപകടപ്പെടുത്താതിരിക്കാൻ. ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ, പിന്നീട് ചെയ്തു പോയതിൽ നിങ്ങൾ ഖേദിക്കാതിരിക്കാൻ, അതാണ് നല്ലത്. സല്ലല്ലാഹു അലൈഹി വലക്കും തൗഫീഖ്. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു